വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ കാണാതായ ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. റോഡരികിലെ മണ്ണ് നീക്കം ചെയ്താണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. കാണാതായ 8 പേരിൽ 7 പേരുടെ മൃതദേഹമാണ് ഇതുവരെ കണ്ടെത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ കള്ളാടിയിൽ ഇനിയും കണ്ടെത്താനുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. സോൺ 2-ൽ ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് മുഴുവൻ മണ്ണുമാന്തി യന്ത്രങ്ങളും കെടാവർ നായകളും ഒക്കെ ചേർന്ന് തെരച്ചിൽ നടത്തുന്നത്. ഈ നേരത്തെ പുറത്തു വന്ന CCTV ദൃശ്യത്തിൽ ഓടി വരുന്നത് വ്യക്തമാണ്. ആദ്യം പുറത്തു വന്ന ദൃശ്യത്തിൽ അതുകൂടി കണക്കിലെടുത്താണ് ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ അവിടെ ഒരുപാട് മണ്ണുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവൻ മാറ്റി തിരയേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തകരും യന്ത്രസാമഗ്രികളും ഒക്കെ ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തുർക്കി ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ പുഴയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. പുഴയിലെ മൺകൂനകളടക്കം മാറ്റിയുള്ള തെരച്ചിലാണ്. എന്തായാലും ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ മുതൽ നല്ല വെയിലാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ എല്ലാ സംഘങ്ങളും സജീവമാണ്. ഇന്ന് ഒരു തീവ്രമായ തെരച്ചിലാണ് നടത്തുക എന്ന ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി T സിദ്ദിഖ് രാവിലെ തന്നെ അറിയിച്ചിരുന്നു. ബോഡി മണ്ണിനടിയിൽ താഴെ പോയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുള്ള ഒരു തീവ്ര പരിശോധന എന്ന തലത്തിൽ പുഴയിൽ മീനാക്ഷി പുഴയിൽ നടത്താനുള്ള സംവിധാനം നടത്തിയിട്ടുണ്ട്. 50 അംഗ ടീമാണ് ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. ആ സോൺ 2 ഭാഗത്തുള്ളതായ വലിയ മൺതിട്ട, അത് ഡംപ് ചെയ്തിട്ടുള്ള മണ്ണ്, ആ മണ്ണ് മുഴുവൻ അവിടെ നിന്ന് മാറ്റി അവിടെയും ഒരു തീവ്ര പരിശോധന നടത്താനുള്ള പ്രത്യേക പരിശോധന നടത്താനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാ സംവിധാനങ്ങളും മനുഷ്യശേഷിയും ഒക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് കള്ളാടിയിൽ ഇന്ന് നടത്തുന്നത്. വിക്രം റാണയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.